ജയചന്ദ്രൻ, കഴിഞ്ഞ 48 മണിക്കൂറായി രാഷ്ട്രീയ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ജി സുധാകരൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്താ വ്യക്തിയായി ജി സുധാകരൻ മാറിയിരിക്കുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, തലേനാൾ KC വേണുഗോപാൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. സൗഹൃദ സന്ദർശനമാണെന്ന് ഇരുവരും പറയുമ്പോഴും അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന ചർച്ചകളിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ വൃത്തങ്ങൾ കടന്നിട്ടുണ്ട്. മറ്റൊന്ന്, ബി ഗോപാലകൃഷ്ണന്റെ പരസ്യമായ അവകാശപ്പെടലാണ്. അദ്ദേഹം ഏകാത്മ മാനവ ദർശനം എന്ന BJPയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും BJPയുടെ ഷോൾ അണിയിക്കുകയും ജി സുധാകരനും ഭാര്യയും പകുതി മനസ്സ് അവരുടെ BJPയുടേതായി കഴിഞ്ഞു എന്ന് അദ്ദേഹം BJPയുടെ പ്രത്യയശാസ്ത്ര ദർശനങ്ങളെ മൗനം കൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജി സുധാകരൻ്റെ CPIMലെ പ്രവർത്തന പാരമ്പര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസിലൊന്നും യാതൊരു തരത്തിലുള്ള സംശയവും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ സമ്മേളനകാലത്ത് ജി സുധാകരൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനം നടന്നത്. പക്ഷേ ക്ഷണിക്കപ്പെട്ടില്ല. അദ്ദേഹം കുറച്ചു കാലമായി പാർട്ടിയുടെ നേതൃത്വവുമായി അകന്നു കഴിയുകയാണ് എന്നുള്ള വാർത്തകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഈ ആലപ്പുഴയിൽ നിന്ന് വലിയ വലിയ നേതാക്കൾ ഇനി BJPയിലേക്ക് വരാൻ പോകുന്നു എന്ന് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് ബിപിൻ സി ബാബുവിന് BJP അംഗത്വം നൽകിയ ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണല്ലോ ജി സുധാകരനുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ വലിയ വിഷയമാകുന്നത്. ജി സുധാകരന്റെ മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും ഈ കൂടിക്കാഴ്ചകളിൽ താങ്കൾ കാണുന്നുണ്ടോ? ഗോപീഷൻ, എനിക്ക് ഏറെ അടുപ്പവും ആദരവുമുള്ള രാഷ്ട്രീയ വ്യക്തിത്വമാണ്, രാഷ്ട്രീയ നേതാവാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹവുമായി പലപ്പോഴും പല ഘട്ടങ്ങളിലും ഞാൻ അടുത്ത് ഇടപഴകേണ്ട സാഹചര്യം, അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്, ഞാൻ മാധ്യമപ്രവർത്തകനുമാണ്, ആ നിലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് ഉണ്ടാവാറുമുണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന്, അടിസ്ഥാനരഹിതം പറഞ്ഞാൽ ആക്ഷേപകരം കൂടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അത് രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യത്തിന് മറ്റു വശങ്ങളിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം അദ്ദേഹത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ, ബി ഗോപാലകൃഷ്ണൻ BJPയുടെ വൈസ് പ്രസിഡന്റ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കാണാൻ വന്നു. അദ്ദേഹത്തെ ഷാളണിക്ക് സ്വീകരിച്ചു. 50% ജി സുധാകരനും ഭാര്യയും പിന്നെ BJPയുടെ പക്ഷത്താണ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ഇന്നലത്തെയും ഇന്നത്തെയും അവകാശവാദം. ശുദ്ധ നുണയാണത് എന്ന് മാത്രമല്ല, അത് മുമ്പോട്ട് വെച്ച വസ്തുത എന്തിനാണ് ഗോപാലകൃഷ്ണൻ വന്നത് എന്നും കൂടെ കേരളീയ പൊതുസമൂഹം അറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയുകയാണ്. ഈ വർഷമല്ല, ജി സുധാകരന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ, ലോകാവസ്ഥയിലുമല്ല, 2023 പിന്നെ ഗോപാലകൃഷ്ണൻ ജി സുധാകരനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കാണുന്നത്, കഴിഞ്ഞ വർഷം. ഇനി ഗോപാലകൃഷ്ണൻ തർക്കം പറഞ്ഞാൽ ഞാൻ ആ മാസവും ഡേറ്റും കൂടെ പിന്നീട് പറഞ്ഞോളാം. ഇപ്പൊ അത് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാസവും ഡേറ്റിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അത് പറയാതെ താങ്കൾ മറച്ചു വെക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്നുമില്ല. കാര്യം അത് പ്രാധാന്യം അർഹിക്കാത്ത കാര്യമായതുകൊണ്ടാണ് മാസവും ഡേറ്റും കൂടി പറയുമ്പോൾ നമുക്ക് അതിന് കുറച്ചുകൂടി ഒരു കൃത്യതയാർന്ന വിവരം എന്ന ഒരു അത്രയും അല്ല. ജി സുധാകരനെ പിന്നെ അളക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ മൂല്യം ഉള്ള നേതാവാണ് ബി ഗോപാലകൃഷ്ണൻ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണത് പറയാത്തത്. അതാണ് അതിന്റെ കാര്യവും, മറ്റൊന്നുമല്ല. ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹം ചെന്നിട്ട് പറയുകയാണ്, ജി സുധാകരൻ സ്വീകരിച്ചിട്ട് ഞാൻ കാണാൻ വരുന്നുണ്ട്, എന്താ ഒരു കുഴപ്പമില്ല, വന്നോളാൻ പറഞ്ഞു. വന്നു, ചെന്നു, കണ്ടു, സംസാരിച്ചിട്ട് ഈ പറഞ്ഞ പുസ്തകം കൊടുത്തിട്ട് ഞാൻ മോദിജിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങയെ കാണാൻ വന്നത് കേട്ടോ. ശരി, ഒരു കാര്യം അറിയിക്കാനുണ്ട്. എന്താണ്? താങ്കളെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പാർട്ടി. ഒന്ന്. പക്ഷേ വെറുതെ സ്വാഗതം ചെയ്യുക മാത്രമല്ല, പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുമുണ്ട്. അതെന്താണ്? താങ്കൾ BJPയിലേക്ക് വരികയാണെങ്കിൽ താങ്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഒന്ന്, പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണർ പദവിയാണ്. ഒന്ന്. അതല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം ഒരു രാജ്യസഭാംഗത്വവും തുടർന്ന് അതുവഴി കേന്ദ്ര മന്ത്രിസഭയിലെ പ്രാതിനിധ്യവും അങ്ങേക്ക് തരും. ഇത് മോദിജിയുടെ ഓഫീസ് എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അങ്ങയെ വന്ന് കണ്ട് ഇത് നേരിൽ പറയുന്നത്. ഇതാണ് ബി ഗോപാലകൃഷ്ണൻ സുധാകരനോട് കഴിഞ്ഞ വർഷം വന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല ഇപ്പോൾ,
പൊതുപ്രവർത്തനങ്ങളിൽ എന്നെ കൊണ്ട് കഴിയാവുന്ന നിലയിൽ ഇടപെടാറുണ്ട്, സഹകരിക്കാറുമുണ്ട്. ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ ശ്രീ ജയേന്ദ്രൻ. താങ്കൾ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറയുകയായിരുന്നു. ബി ഗോപാലകൃഷ്ണൻ ചെന്ന് കണ്ടതിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഈ സംസ്ഥാനങ്ങളിലെ വിശിഷ്ട വ്യക്തികളെ, രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ ചെന്ന് കാണണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചെന്ന് കണ്ടത് എന്ന് ബി ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിൽ കുറച്ച് ഇതുവരെ പുറത്തു വരാത്ത ചില വിവരങ്ങളുണ്ട്. അതിൽ ഒന്ന്, താങ്കൾ പറയുന്നത് ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു, അതല്ലെങ്കിൽ രാജ്യസഭാംഗത്വം, അതുവഴി കേന്ദ്ര മന്ത്രിസഭയിലെ പ്രാതിനിധ്യം. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ജയേന്ദ്രൻ താങ്കളുടെ അറിവിലുള്ളത്? അല്ല, അത് ഈ BJP-യുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. മോദിജിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശപ്രകാരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് വന്നതെന്ന് ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ, ആ വാക്ക് പ്രയോഗിച്ചിട്ടില്ല. മോദിജിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെയൊക്കെ അതിനകത്ത് നടക്കുമെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അല്ല, പറഞ്ഞതനുസരിച്ചെന്നല്ല, ഞാൻ ഒരു ഒറ്റ മിനിറ്റ്. അതായത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പോയി കാണണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം അനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ സഖാവായി കണക്കാക്കുന്ന ജി സുധാകരനെ ഞാൻ വീട്ടിൽ പോയി കണ്ടത്. ഇക്കാര്യം പുറത്ത് പറയേണ്ട എന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ പറയാതെ നിർവാഹമില്ല. ഇത് നടന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ട് ഷാൾ അണിയിക്കുകയും ഏകാത്മ മാനവ ദർശനം എന്ന പുസ്തകം സമ്മാനിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹത്തിന്റെ പത്നിയുമായി 1 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ എണ്ണി എണ്ണി പറഞ്ഞു. മനസ്സുകൊണ്ട് BJP-യുടെ അംഗത്വം സ്വീകരിച്ച ആളുകളാണ് ജി സുധാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്നതിൽ സംശയമില്ല. ഇതാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ വെർബാറ്റിം. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ് ഗോപികൃഷ്ണൻ. അതായത് ഇത് ശ്രീ ജി സുധാകരനെ കണ്ടിട്ട് ഇതാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി മനസ്സുകൊണ്ട് അദ്ദേഹവും ഭാര്യയും BJP ആണെന്നൊക്കെ പറയണമെങ്കിൽ എത്രമേൽ ഔദ്ധത്യം എന്ന ആ വാക്കല്ല മറ്റൊരു വാക്ക് പ്രയോഗിക്കാനില്ല ഇതിൻ്റെ അകത്ത്. എത്രമേൽ ഔദ്ധത്യം വേണം ഗോപാലകൃഷ്ണൻ എന്ന BJP നേതാവിന് ജി സുധാകരനെ പറ്റി അങ്ങനെ പറയണമെങ്കിൽ? എന്താണ് 50% മനസ്സുകൊണ്ട് അംഗീകരിച്ചു എന്നതിന്റെ അർത്ഥം? ഒന്ന് വ്യക്തമാക്കാമോ ശ്രീ ഗോപാലകൃഷ്ണന്? 50% മനസ്സുകൊണ്ട് ജി സുധാകരനും ഭാര്യയും അംഗീകരിച്ചു BJP-യുടെ അംഗത്വം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം എന്താണ്? എനിക്ക് വ്യാഖ്യാനിക്കാൻ അറിയാൻ വയ്യായിട്ടില്ല. പക്ഷെ ഞാൻ അത്രയും തരം താഴാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് ഗോപാലകൃഷ്ണൻ തന്നെ പറയണം. അതാണ് ചെയ്യേണ്ടത്. സുധാകരനെ പോലുള്ള വ്യക്തിത്വങ്ങളെ പിന്നെ ചാക്കിട്ട് പിടിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവാം, പക്ഷെ അപമാനിക്കരുത്. അപമാനിച്ചാൽ പിന്നെ കേരളീയ പൊതുസമൂഹം അത് കയ്യും കെട്ടി നോക്കിയിരിക്കും എന്ന് ഗോപാലകൃഷ്ണൻ വിചാരിക്കുകയും ചെയ്യണ്ട. അതിന് CPIM-ന്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പിന്തുണ വേണ്ടി വരില്ല. പലപ്പോഴും പൊതുസമൂഹത്തിന് തന്നെ പ്രതികരിക്കേണ്ടി വരും അക്കാര്യത്തിൽ. അത്രമേൽ ഞാൻ മറ്റൊരു ചാനൽ പറഞ്ഞതുപോലെ തന്നെ ടവറിംഗ് പേഴ്സണാലിറ്റിയാണ് ശ്രീ ജി സുധാകരൻ കേരളീയ പൊതുസമൂഹത്തിൽ നിൽക്കുന്നത്. ആ ടവറിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ്. ആ നിലയ്ക്ക് നിൽക്കുന്ന അദ്ദേഹത്തിന് പാർട്ടിയെ സംബന്ധിച്ച് വിമർശനങ്ങൾ പറയാറുണ്ടല്ലോ. അടുത്ത കാലത്തും പറഞ്ഞില്ലേ, ഈ 75 വയസ്സ് പ്രായപരിധി എന്നുള്ളത് ഒരു പ്രത്യേക ഘട്ടത്തിൽ എടുത്തതാണ്. അത് മാറ്റേണ്ട, മറ്റൊരു പാർട്ടി സമ്മേളനത്തിന് ആ തീരുമാനം മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അദ്ദേഹത്തെ പോലെ അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? മറ്റൊരു കാര്യം പറയാം ഗോപികൃഷ്ണൻ. പിന്നെ ജി സുധാകരൻ കഴിഞ്ഞ തവണ മത്സരിച്ചില്ലല്ലോ, ആലപ്പുഴ മത്സരിച്ച്. ഞാൻ കുറച്ച് തുറന്നു പറയാമെന്ന് വെച്ചോളൂ. പിന്നെ മത്സരിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചത് H. സലാമാണ്. അത് കഴിഞ്ഞൊരു പരാതി കൊടുക്കപ്പെട്ടു സുധാകരനെതിരെ. പിന്നെ സുധാകരന് കിട്ടിയിടത്തോളം വോട്ട് സലാമിന് കിട്ടിയില്ല. അതിന് പിന്നിൽ സുധാകരന്റെ പിന്നെ വോട്ട് കിട്ടാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന മട്ടിലായിരുന്നല്ലോ. അതിനെതിരെ എളമരം ഗിരീവിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനൊക്കെ രൂപീകരിച്ചു. ഇപ്പോഴത്തെ LDF കൺവീനർ അടക്കം കമ്മീഷൻ അംഗങ്ങളായിരുന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിൽ സംശയകരമായ കാര്യങ്ങൾ സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് അതിനിടവരുത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പാർട്ടിക്ക് അകത്ത് ശാസിച്ചു. അതങ്ങ് കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് പുതിയ കോണ്ടക്സ്റ്റ് ഏതാണ്? ചേലക്കരയാണ്. ചേലക്കരയിൽ പിന്നെ K. രാധാകൃഷ്ണന് 2021 കിട്ടിയത് എത്രയായിരുന്നു? എത്ര വോട്ടായിരുന്നു? 39,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയില്ലേ? ഇപ്പോ പ്രദീപിന് കിട്ടിയ എത്രയാണ്? 12,000 ഇഷ്ടമല്ലേ? അപ്പൊ എന്താണ്, ഒരു കമ്മീഷൻ നിയമിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ? ഞാൻ ചോദിക്കുകയാണ്. പൊതുസമൂഹത്തിൽ ചില CPM നേതാക്കൾ തന്നെ എന്നോട് ഉന്നയിച്ച ഒരു സംശയം എന്നുള്ള നിലയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ലല്ലോ. CPM-ൽ അത്തരത്തിൽ സുധാകരനെ ഒതുക്കാനായിട്ടാണ് അങ്ങനൊരു നീക്കവും നടപടി ഉണ്ടായത് എന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാത്ത, വിശ്വസിക്കാത്ത താങ്കൾ ഈ ചർച്ചയിൽ ആദ്യം പറഞ്ഞ ഭാഗം ശരി,
ശ്രീ ജയേന്ദ്രൻ, താങ്കൾക്ക് നേരിട്ട് അറിയാവുന്നതെന്ന് താങ്കൾ പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ കേട്ടു. പക്ഷേ രണ്ടാമത്തെ ഭാഗത്തിൽ എനിക്ക് ചില കണ്ടൻഷൻസ് ഉണ്ട്. സുധാകരനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് അത്ര അയാൾ ഈ ഞാൻ പറഞ്ഞ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യമാണ്, സുധാകരനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് അദ്ദേഹത്തിൻ്റെ അമ്പലപ്പുഴയിലെ വസതിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഏരിയ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. താങ്കൾക്ക് ദഹിക്കുന്ന ഒരു ന്യായീകരണമാണോ ഇത് ശ്രീ ജയേന്ദ്രൻ? അതെ, എനിക്ക് ദഹിക്കുന്നതിന്റെ പ്രശ്നം മാത്രമല്ല. ഞാനൊരു കാര്യം പറയാം. പിന്നെ സുധാകരനെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത് വിവാദമായതിനെ തുടർന്ന് ഞാൻ മനസ്സിലാക്കിയത് CPIM-ന്റെ പ്രമുഖ നേതാക്കൾ, സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ നേതാക്കൾ സുധാകരനെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തതിനു ശേഷം അവർ ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായിട്ടും ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള മറുപടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട. തീർച്ചയായിട്ടും അവിടുന്ന് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, സംസ്ഥാന നേതൃത്വം കൃത്യമായി പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാതെ, അദ്ദേഹത്തോട് ചോദിക്കാതെ അദ്ദേഹത്തിനോട് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ശരിയായില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ജില്ലാ സെക്രട്ടറി നാസറുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുണ്ട്. അപ്പോ അതില് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനോടുള്ള പരോക്ഷമായ സുധാകരന്റെ മറുപടിയായിരുന്നു, 62 കൊല്ലക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പൊതുരംഗത്ത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന തന്നെ എതിരാളികൾ പോലും മാനിക്കുന്നുണ്ട് എന്നതിന് തെളിവായി അദ്ദേഹം KC വേണുഗോപാൽ വന്ന് കണ്ടതും B ഗോപാലകൃഷ്ണൻ വന്ന് കണ്ടതിനെയൊക്കെ അദ്ദേഹം ആ രീതിയിൽ അവതരിപ്പിച്ചത് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനുള്ള പരോക്ഷമായ മറുപടിയല്ലേ? അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ, അദ്ദേഹം അങ്ങനെ വീട്ടിൽ ചടഞ്ഞിരിക്കുകയോ അദ്ദേഹത്തിന് എന്തെങ്കിലും അനാരോഗ്യം മൂലം വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുകയോ ചെയ്യുന്ന ആളല്ല സുധാകരൻ. അദ്ദേഹം പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്, സജീവമായി അദ്ദേഹം ഉണ്ട്, പൊതുരംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, പാർട്ടിയുടെ സ്ഥാനമാനങ്ങളൊന്നും വഹിക്കുന്നില്ല, പദവികളിലൊന്നും ഇല്ലെങ്കിൽ പോലും. അവിടെയാണ് ഈ ന്യായം പറയുന്നത്. ഏതാണ് ഈ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിന് സുധാകരന് ബുദ്ധിമുട്ടാകുമെന്ന് ന്യായം പറയുന്നത്? അവിടെ അദ്ദേഹം പറയാണ്, 62 കൊല്ലക്കാലം ഞാൻ പണിയെടുത്തതിൻ്റെ, ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ടായി എന്നതിന് ഈ എതിരാളികൾ പോലും എന്നെ മാനിക്കുന്നുണ്ട് എന്നതാണ് ഈ സന്ദർശനത്തിലൂടെ പ്രകടമായിരിക്കുന്നത് എന്ന്. വേണമെങ്കിൽ നമുക്കതൊന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താണ് നിമിഷം. പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു. അതെൻ്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്നതിന് അർത്ഥത്തോട് വേറെ അർത്ഥമൊന്നുമില്ല. അതെ, അതാണ് അർത്ഥം. ആ അർത്ഥം മനസ്സിലാക്കേണ്ടത് CPM-ന്റെ സംസ്ഥാന നേതൃത്വമാണെന്നാണ് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്. ശ്രീ ജയേന്ദ്രൻ, താങ്കൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അത് നിരീക്ഷിക്കാൻ കഴിയുമല്ലോ, പറഞ്ഞോളൂ. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് 1-2 മാസമായിട്ട് അദ്ദേഹം ചികിത്സയിലൊക്കെ ആയിരുന്നു. ഈ ചികിത്സയുടെ കാലത്ത് ഇതേ KC വേണുഗോപാൽ, അന്നും അദ്ദേഹം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ് AICC-യുടെ, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്, MP ആണ്. അദ്ദേഹം വന്ന് കണ്ടിരുന്നല്ലോ സുധാകരനെ. ഞാൻ ഇന്നലെ വന്ന് കണ്ടപ്പോഴാണ് ഈ വാർത്തയാവുന്നത്. അദ്ദേഹം അന്നും വന്ന് കണ്ടിരുന്നു. അത് മാത്രമല്ല, ഈ കാലയളവിൽ അടുത്ത സമയത്താണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പിന്നെ നമ്മുടെ PK ബഷീർ വന്നു, MLA. എന്നെ നെല്ലിക്കുന്ന് വന്നു, MLA. പിന്നെ അതിനു മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, MV ഗോവിന്ദൻ, CS സുജാത, R നാസർ, സജി ചെറിയാൻ, PP ചിത്തരഞ്ജൻ, H സലാം, ഇവരൊക്കെ നേരിട്ട് വന്ന് കണ്ടു ഈ അസുഖകാലത്ത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ടില്ല, ടെലിഫോണിൽ വിളിച്ച് അസുഖ വിവരങ്ങൾ ചോദിക്കുകയും ആശ്വസിപ്പിക്കുകയും കൂടെ ചെയ്തിരുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ 1-2 മാസം കാലത്തിനിടയ്ക്കാണ് ഗോപികൃഷ്ണൻ നടന്നത്. അതുണ്ട്.